രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്നത് രാവിലെ 4:20 4:30 തന്നെ ആ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. തൊട്ട് പിന്നാലെ തന്നെ AIG അവിടേക്ക് എത്തുകയും പൂങ്കുഴിയുടെ നേതൃത്വത്തിലായിരുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾ. അതിനൊക്കെ ശേഷം ഏകദേശം 11:20 അവിടെ നിന്നും ഇറക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 7 മണിക്കൂർ അവിടെ ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രാഹുലിനെ പുറത്തേക്കിറക്കി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരുന്നു വൈദ്യപരിശോധന. പോലീസ് സംഘം അവിടേക്ക് എത്തുമ്പോൾ തന്നെ 100-ലധികം വരുന്ന DYFI ഒപ്പം തന്നെ BJP യുവമോർച്ച പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി തടിച്ചുകൂടി. പോലീസ് വാഹനം തടഞ്ഞു. പോലീസിന് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ പോലീസ് വാഹനം തടയുകയും വാഹനത്തിൽ അടിക്കുകയും ഒക്കെ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം പ്രതിഷേധിക്കുകയും ചെയ്തത്. ആ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ കൂടുതൽ പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റിയതിനു ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കയറ്റിയത്. വൈദ്യപരിശോധന ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്നും പ്രാഥമികമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം DNA പരിശോധനയ്ക്ക് വേണ്ടി രക്തസാമ്പിൾ ശേഖരിച്ചു. പരിശോധനയാണ് നടത്തിയത്? എന്തൊക്കെ പരിശോധനയാണ്, എന്തൊക്കെ തെളിവുകളാണ് ഈ SITക്ക് ആവശ്യമുണ്ടായിരുന്നത്? ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ മറ്റു 2 കേസുകളിലും ഇല്ലാത്ത പുതിയ കേസാണത്. സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിയെ. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും SITയുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ? ഇനി എന്തൊക്കെയാണ് ലഭിക്കാനുള്ളത്? ഈ ആശുപത്രിയിൽ ഏകദേശം 1.5 മണിക്കൂർ പരിശോധന നീണ്ടപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് സംശയമുണ്ടായിരുന്നു കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ടോ എന്നുള്ളത്. രാഹുലിന്റെ അഭിഭാഷകൻ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തത്. പ്രാഥമികമായി റിമാൻഡിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പ്രതിക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന ഒരു പ്രതിക്ക് നടത്തേണ്ടുന്ന ഫിറ്റ്നസ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് രക്തസാമ്പിൾ ശേഖരിച്ചത്. അത് DNA പരിശോധനയ്ക്ക് വേണ്ടിയായിരുന്നു. ആ പരാതിക്കാരി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പരാതിക്കാരി പല ഇത്തരത്തിലുള്ള സയന്റിഫിക് എവിഡൻസുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ അവർ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ DNA പരിശോധനയ്ക്ക് വേണ്ടി അവർ തയ്യാറായി രാഹുലിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു സാമ്പിൾ നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോലീസ് അത് ശേഖരിച്ചു. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം അബോട്ടായി പോയ ഒരു ഭ്രൂണം പരാതി അതിജീവിത സൂക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട DNA പരിശോധനാ ഫലമാണ് ഈ കേസിൽ രാഹുലിനെ ഒരുപക്ഷെ കൊടുക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു തെളിവ്. അത് മാത്രമല്ല, രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന കൂടെ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് അഭിഭാഷകൻ പറയുകയും ചെയ്യുന്നത്. ആ പരിശോധനകളൊക്കെ ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുന്നതിന് ശേഷമാണ് വീണ്ടും കോടതിയിലേക്ക് ഹാജരാക്കുകയും റിമാൻഡ് എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പരാതിക്കാരിയുടെ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 9 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അവിടേക്ക് വന്ന് ആദ്യമായി കണ്ടുമുട്ടുന്നു. അപ്പോൾ തന്നെ കടന്നു പിടിച്ചൊരു ബലാത്സംഗം ചെയ്യുന്നു. തുടർന്ന് അവരുടെ ശരീരത്തിൽ വളരെ മോശമായ ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, ശാരീരിക പീഡനങ്ങൾ, ശരീരത്തിൽ തുപ്പുന്ന പോലെയുള്ള കാര്യങ്ങളാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി ഇത്തരത്തിൽ ഒരു ഇമെയിൽ വഴിയൊക്കെ ഗുരുതരമായ ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ നേരിട്ട് മൊഴി നൽകണമെന്നുള്ളതാണ് ചില നിയമവിദഗ്ധർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ തന്നെ വിദേശത്തുള്ള പരാതിക്കാരി നേരിട്ടെത്തി ആ ഒരു രഹസ്യമൊഴി നൽകും. ആ രഹസ്യമൊഴി ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. രാഹുലിന് കുരുക്കാകാൻ പോകുന്ന പല കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ആ ഒരു തെളിവാണ്. അതിനുശേഷം നടത്തിയ പരിശോധനകൾ, ഇവർ നൽകാൻ പോകുന്ന തെളിവുകൾ എന്താണ്, അവർക്ക് നൽകാനുള്ള ഈ ഇലക്ട്രോണിക് ഡിവൈസസുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ, അതെല്ലാം തന്നെ കൃത്യമായി ശേഖരിച്ചതിന് ശേഷമായിരിക്കും തുടർന്ന് കസ്റ്റഡി, ഒരുപക്ഷെ നാളെ കഴിഞ്ഞിട്ടായിരിക്കാം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയും. പ്രതിഭാഗം ജാമ്യാപേക്ഷയുമായി വരുന്ന സമയത്ത് കഴിയുന്നത്രയും കാര്യങ്ങൾ, അതായത് ഈ ശേഖരിക്കാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ രാഹുലിനെതിരെ ശേഖരിച്ചുകൊണ്ട് ആ ജാമ്യാപേക്ഷയെ എതിർക്കുക എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും പ്രോസിക്യൂഷനും അതുവഴി പ്രത്യേക അന്വേഷണ സംഘവും കടക്കുക. ധന്യ. ശരി ലിജോ.